ആമസോൺ പ്രൈം ഡേ അടുക്കാറായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ കുറേ അധികം പ്രോഡക്റ്റുകളുടെ ആ ഒരു ഓഫർ റേറ്റുകൾ റിവീൽ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതൊക്കെ കാണണമെങ്കിൽ നിങ്ങൾക്ക് ആമസോൺ പ്രൈം മെമ്പർഷിപ്പ് വേണം. കുറേ കൂട്ടുകാർ ആക്ച്വലി ഈ ഒരു പ്രൈം മെമ്പർഷിപ്പ് എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല, എന്നാൽ അവർ ഉദ്ദേശിക്കുന്ന ഒരു പ്രോഡക്റ്റിന് വില കുറഞ്ഞാൽ എടുക്കാമെന്ന് പ്ലാൻ ചെയ്ത് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കൂട്ടുകാർക്കാണ് ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതായത് ഒരു സ്മാർട്ട് ഫോൺ മേടിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ, പ്രത്യേകിച്ച് അത്യാവശ്യം നല്ല റേറ്റിംഗ് ഉള്ള എല്ലാവരും മേടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു 9 എണ്ണം ഉണ്ട്. അപ്പോൾ ആ 9 സ്മാർട്ട് ഫോണുകളുടെ റേറ്റ് എത്ര രൂപയായിരിക്കും അതാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോവാ. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഒന്നും തന്നെ ഞാൻ ഫോണിനെ കുറിച്ച് പറയത്തില്ല, ജസ്റ്റ് റേറ്റുകൾ ഇപ്പോൾ എത്ര രൂപയ്ക്ക് അത് കാണാൻ സാധിക്കുന്നത്, എന്നാൽ നമ്മുടെ പ്രൈം ഡേയിൽ എത്ര രൂപയ്ക്കായിരിക്കും അത് വരിക, ഇത് മാത്രമാണ് ഞാൻ പറയുന്നത്. അതിൽ ആദ്യം തന്നെ എടുത്ത് പറയുന്നത് നമ്മുടെ ഐഫോൺ 13 സൂപ്പർ റെറ്റിന XDR ഡിസ്പ്ലേ ആണ്. ഇതിൽ 48,990 രൂപയ്ക്ക് നമുക്ക് പ്രൈം ഡേയിൽ ഇത് കാണാൻ സാധിക്കും. എന്നാൽ ഇൻക്ലൂഡിംഗ് ബാങ്ക് ഓഫർ നമുക്ക് 47,990 രൂപയ്ക്ക് കിട്ടും. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിന്റെ വില നമ്മൾ നോക്കുവാണെങ്കിൽ 49,300 രൂപ മാത്രമാണുള്ളത്. അതായത് ജസ്റ്റ് ഒരു 300 രൂപ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ ഈ ഒരു പ്രൈം ഡേയും ഇപ്പോഴത്തെ ആ ഒരു ഓഫർ സെയിലുമായിട്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്ക്. അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു ഡീലാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ICICI ക്രെഡിറ്റ് ഡെബിറ്റ് അല്ലെങ്കിൽ SBI ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ആ ഒരു 10% നമുക്ക് ഡിസ്കൗണ്ടോട് കൂടിയിട്ട് ആ ഒരു 47,990 രൂപയ്ക്ക് മേടിക്കാൻ സാധിക്കും. കൂടാതെ എടുത്ത് പറയാൻ പറ്റുന്നത് OnePlusന്റെ Note CE4 24,990 നോർമൽ റേറ്റ് നമുക്കിപ്പോൾ കാണാൻ പറ്റുക. എന്നാൽ 21,990 രൂപയ്ക്ക് ഈ ഒരു പ്രോഡക്റ്റ് മേടിക്കാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ Redmi 13C ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് 10,499 ആണ്. ഇത് തന്നെയാണ് ആക്ച്വലി അവർ ഹൈലൈറ്റ് ആയിട്ട് ആ ഒരു നോർമൽ പ്രൈം ഡേയുടെ ഓഫർ റേറ്റിൽ കൊടുത്തേക്കുന്നത് 10,499. പക്ഷേ ഇൻക്ലൂഡിംഗ് ബാങ്ക് ഓഫർ നമുക്ക് 9,499 രൂപയ്ക്ക് മേടിക്കാൻ സാധിക്കും. അവിടേക്ക് വരുവാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ കയ്യിൽ ICICI ഡെബിറ്റ് ക്രെഡിറ്റ് അല്ലെങ്കിൽ SBI കാർഡ് ഇല്ലെങ്കിൽ ഒരു ഉപയോഗം ആക്ച്വലി ഈ ഒരു 13C മേടിക്കുന്നതുകൊണ്ട് നമുക്കില്ല. കൂടാതെ സാംസങ് ഗാലക്സി S23 അൾട്ര കുറേ കൂട്ടുകാർ ആക്ച്വലി ഇതിനെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഓൾറെഡി ഒരു റേറ്റ് ഗസ്സും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെയാണ് വന്ന് നിൽക്കുന്നത് 84,990 നോർമൽ റേറ്റ്. പക്ഷേ നമുക്ക് 79,990 രൂപയ്ക്ക് ആ ഒരു പ്രൈം ഡേയിൽ കിട്ടും. എന്നാൽ ഇൻക്ലൂഡിംഗ് ബാങ്ക് ഓഫർ നമുക്ക് 74,990 രൂപ കിട്ടും. നോർമൽ റേറ്റ് അവർ എഴുതി വെച്ചിരിക്കുന്നത് ഇവിടെ എന്തായാലും 1,49,990 എന്നാണ്. അതൊന്നുമല്ല, എന്തായാലും കുറേ നാളായിട്ട് ആക്ച്വലി ഈ ഒരു റേറ്റ് ഒക്കെ തന്നെയാണ് കേട്ടോ. ഇനി അടുത്ത് നോക്കുകയാണെങ്കിൽ IQ Z9X 12,990 നോർമൽ റേറ്റ്. അത് തന്നെയാണ് നമുക്ക് ഇപ്പോഴും ഈ ഒരു പ്രൈം ഡേയിലും കാണാൻ പറ്റുന്നതെന്ന് പറയുന്നുണ്ട്. കൂടാതെ ഇൻക്ലൂഡിംഗ് ബാങ്ക് ഓഫർ നമുക്ക് 11,990 രൂപയ്ക്ക് മേടിക്കാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്തത് റിയൽമി നാർസോ 70 Pro 19,990 നോർമൽ റേറ്റ് ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുക. എന്നാൽ 17,990 രൂപയിലേക്ക് പ്രൈം ഡേയിൽ എത്തും. ഇൻക്ലൂഡിംഗ് ബാങ്ക് ഓഫർ നമുക്ക് 15,249 രൂപയ്ക്ക് മേടിക്കാൻ സാധിക്കുന്നതാണ്. IQ Neo 9 Pro ഇന്നുകൂടി ഒരാൾ ഇപ്പോൾ നമ്മുടെ വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. 34,990 പ്രോഡക്റ്റ് നമുക്ക് 31,990 രൂപയ്ക്ക് കിട്ടും. എന്നാൽ ഇൻക്ലൂഡിംഗ് ബാങ്ക് ഓഫർ നമുക്ക് 25,999 രൂപയ്ക്ക് മേടിക്കാൻ സാധിക്കുന്നതാണ്. ഇനി OnePlusന്റെ 12ലേക്ക് വേണമെങ്കിൽ 69,990 ആണ് ഇപ്പോൾ റേറ്റ്. എന്നാൽ 59,990 രൂപയ്ക്ക് നോർമൽ ആ ഒരു പ്രൈം ഡേയിൽ ഓഫർ വരും. കൂടാതെ ഇൻക്ലൂഡിംഗ് ഒരു ബാങ്ക് ഓഫർ 52,990 രൂപയ്ക്ക് മേടിക്കാം. ഇനി ടെക്നോയുടെ Pop 8 എന്ന് പറഞ്ഞൊരു മോഡൽ സത്യം പറഞ്ഞാൽ ഇപ്പോഴും 6,890 തന്നെയാണ്. ഇത് തന്നെയായിരിക്കും നമ്മുടെ ആ ഒരു പ്രൈം ഡേയിലും വരിക. പക്ഷേ ഇൻക്ലൂഡിംഗ് ബാങ്ക് ഓഫർ നമുക്കത് 6,209 രൂപയ്ക്ക് മേടിക്കാൻ സാധിക്കും. അപ്പോൾ ഇത്രയും ആ ഒരു 9 സ്മാർട്ട് ഫോണാണ് കൂടുതലും ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ളതും അതേപോലെ തന്നെ ഹൈലൈറ്റ് ആയിട്ട് ആമസോൺ കൊടുത്തിട്ടുള്ളതും. ഇനിയും കുറേ അധികം ആക്ച്വലി സ്മാർട്ട് ഫോണുകളുടെ വില അവർ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ തന്നെ ഉടനെ തന്നെ ബാക്ക് ടു ബാക്ക് വരുന്നതാണ്. എന്തായാലും നിങ്ങൾക്ക് ഏതെങ്കിലും സ്മാർട്ട് ഫോണിന്റെ വില അറിയണമെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോയുടെ കമന്റ് ആയിട്ടുള്ളൂ. ഞാൻ അടുത്ത് തന്നെ അതും അങ്ങോട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആ ഇഷ്ടം ലൈക്കായിട്ടും അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ടും കൂടാതെ നമ്മുടെ ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് അങ്ങനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമായിരിക്കും. Bye bye.